ഹായ് ഗൈസ്, ഇന്ന് സൺഡേ ചർച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ മക്ഡൊണാൾഡ്സിലായിരുന്നു ലഞ്ച് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ലഞ്ച് കഴിക്കാൻ വെളിയിൽ പോയ സമയത്ത് ഈ ഒരു ബാഗാണ് കേട്ടോ കൊണ്ടുപോയത്. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കീ ചെയിനാണ് ഇത് കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് 165 ഒരു മീലാണ് പറഞ്ഞത്. അതായത് അതിനകത്ത് ബർഗറും അതേപോലെ കുറച്ച് ഫ്രൈസും പിന്നെ കൊക്കക്കോളയാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഇവിടുന്ന് തരുന്ന ഈ ഒരു കൊക്കക്കോള ഡ്രിങ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ വെളിയിൽ നിന്ന് കൊക്കക്കോള വാങ്ങിച്ച് കുടിച്ചാലും എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയത് സ്റ്റുഡിയോയിലോട്ടാണ്. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് എന്നും സ്റ്റുഡിയോയിൽ പോകുന്ന മസ്റ്റാണ് കേട്ടോ. അവിടുന്ന് ഞാൻ ഈ കാണുന്ന ഒരു സോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇത് വാങ്ങിക്കാനുള്ള കാരണം അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. ബാംഗ്ലൂർ ഇപ്പം ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ. ആ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഞാൻ ഈ ഔട്ട്ഫിറ്റാണ് ഇട്ടുകൊണ്ട് പോയത്. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് നേരെ ഡെക്കാത്തലോണിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് നമ്മൾ കുറേ തൊപ്പികളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ചപ്പോൾ എനിക്ക് അമ്പിളിയിലെ ക്യാരക്ടറിനെയാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഡെക്കത്തലോണിൽ കയറുന്നത് ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, ചുമ്മാ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കലാണ് പരിപാടി. അവിടെ കയറിയിട്ട് പിന്നെ അങ്ങ് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ബാസ്കറ്റ് ബോൾ കളിക്കുന്നു, പിന്നെ സൈക്കിൾ ഓട്ടി നോക്കുന്നു, ചിലർ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ചടപടയെന്ന് പറഞ്ഞിട്ടായിരുന്നു കാര്യങ്ങൾ. ഷൂസ് ഇട്ടുകൊണ്ട് തന്നെ സൈക്കിൾ ഓടിക്കാൻ നേരത്ത് വലിയ പാടൊന്നും തോന്നിയില്ല. പക്ഷേ ഫ്ലാറ്റ് ഹീൽസ് ഇട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയേനെ. പിന്നെ അവിടുന്ന് നമ്മൾ 2 വീൽ കിക്ക് സ്കൂട്ടർ ഓടിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലൈഫിൽ അത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് തിരിച്ചു പോകുന്നേ.